അയക്കില്ല വർഷേ. ഈ അടിയുടെ ചൂട് എന്നും മുതൽ ഓർമ്മയിലുണ്ടാകണം. ഈ ചൂട് എന്നും നിനക്ക് ഓർമ്മയുണ്ടാവണം. നീ എന്നോട് കളിക്കാൻ വരുന്നു. നീ എവിടുന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണം. കെവിൻ, അവളെ വിട്. വിടടി. ആളോട് ചോദിച്ചിട്ടാടി എന്റെ കൈ കയറി പിടിച്ചത്. മര്യാദക്ക് അവളെ വിടുന്നതോ നിനക്ക് നല്ലത്. എന്താ ഭീഷണിയാണോ? അവിടെ കെവിനും വർഷയും തമ്മിൽ അടിയാ. കെവിനെ, നീ ഒരു മനുഷ്യനാണോ? ഇങ്ങനെയാണ് ഒരു പെണ്ണിനോട് ബിഹേവ് ചെയ്യുന്നേ? പെണ്ണോ ഇവളോ? അത് നെറ്റിയിൽ എഴുതി വെച്ചോണ്ട് നടക്കണം. കാണുന്നവർക്ക് കൂടി തോന്നണം ഇവൾ പെണ്ണാണെന്ന്. ഇവനെ നേരത്തെ പറഞ്ഞത് കളസ വിട്ടാലും വർഷക്ക് ചന്തമാണെന്ന്. ഇവനാരെ അന്യനോ? നിന്റെ മോന്തക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാ. പിന്നെ നീ ഒരു ആണാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇടി മോളെ, ഇന്ന് നൈറ്റ് ഞാൻ നിന്റെ റൂമിലോട്ട് വരാം. അപ്പോ നല്ല വിശദമായി മനസ്സിലാവും ഞാൻ ആണാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന്. വരട്ടെ. വന്നാലുണ്ടല്ലോ. എന്താടാ ഇത്? വൃത്തികളൊക്കെ വിളിച്ച് പറയാതെ നീ വാ എന്റെ കൂടെ. നീ ആരാ ഇവളുടെ കാമുകനാ? വാക്കാലത്ത് പറയാൻ സൂക്ഷിച്ച് സംസാരിക്കണം കെവിൻ. ഞാനിത് സമാധാനപരമായി തീർക്കാൻ വന്നതാ. നീ പോടാ. ഇത് ഞാനും ഇവളും തമ്മിലുള്ളതാ. അത് ഞങ്ങൾക്കറിയാം എങ്ങനെ തീർക്കണമെന്ന്. അങ്ങനെ നിങ്ങൾ തമ്മിൽ തീർക്കണ്ടെങ്കിലോ? വാടെ എവിടെ? എല്ലാവരും എന്തോ കാഴ്ച കണ്ട് നിൽക്കുക. പോവാ നോക്ക്. പക്ഷേ കഴുത്ത് ചുവന്നിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നീ നിന്ന് ചിരിക്കുവാണോ? ഞാൻ ഇന്ന് സ്വപ്നം കണ്ടതേ ഉള്ളൂ അവന്റെ മോന്തക്കിട്ട് 2 കൊടുക്കുന്നത്. എന്നിട്ട് അവനേക്കാൾ കൂടുതലടി അവന്റെ കയ്യിൽ നിന്ന് നിനക്കാണല്ലോ കിട്ടിയത്. നീ കെവിൻ ചേട്ടനെ അടിച്ചത് കൊണ്ടാ കെവിൻ ചേട്ടൻ ഇത്ര റേസായി. സോന, നീ അവന്റെ സൈഡ് പിടിച്ചാലുണ്ടല്ലോ. അതിന് ഞാൻ സൈഡൊന്നും പിടിച്ചില്ലല്ലോ. ഒരു നഗ്ന സത്യം പറഞ്ഞു, അത്ര തന്നെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവനെ കാണുമ്പോ നിന്റെ ഇളക്കം. അറിയടി, നിനക്ക് അവനോട് ലവ് അല്ലേ? ആ അതെ. എന്താ? ഞാനൊരു പെണ്ണല്ലേ. ഹോട്ടായ ആമ്പിളരെ കണ്ട ചിലപ്പോ ഇളകിയെന്നിരിക്കും. എങ്ങോട്ടാ മോളെ ഇത്ര ധൃതിയിൽ? എടുത്ത് മാറ്റടാ നിന്റെ പാട്ട വണ്ടി. അതൊക്കെ മാറ്റണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിനു മുന്നേ നീ ഇന്ന് എനിക്കൊരു സമ്മാനം തന്നില്ലേ? അതിനൊരു സോറി പറഞ്ഞേക്ക്. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അതിന് ഞാൻ നിനക്കിട്ട് മാത്രമല്ലല്ലോ, നീ എനിക്കിട്ട് തന്നില്ലേ? നിനക്കിട്ട് തന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ബട്ട് എനിക്ക് കിട്ടിയത് അതൊരു വിഷയമാണ്. എന്റെ അമ്മ പോലും എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. അതാണ് നല്ല തല്ല് കിട്ടാത്തതിന്റെയാ നീ ഇത്രക്കും തല്ലിപ്പൊളിയായി പോയത്. നീ കിടന്നു കിടക്കാതെടി. മോനെ കെവിനെ, നിനക്ക് തെറ്റി. നിന്റെ ഭീഷണി നിറവല ഗേൾസിന്റെ അടുത്ത് കാണിച്ചാൽ മതി. എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ. കൊള്ളാം മിസ് വർഷ ഫിലിപ്പോസ്. എനിക്ക് നിന്റെ ഈ ധൈര്യം അങ്ങോട്ട് നന്നായി ബോധിച്ചു. പക്ഷെ ഈ കെവിന്റെ അടുത്ത് ഇത് പോരല്ലോ മോളെ. നീ ഒരാണാണെന്നാ ഞാൻ വിശ്വസിച്ചേ. പക്ഷെ ഇന്നത് തെളിഞ്ഞു. നീ ആണുങ്ങൾക്ക് പോലും അപമാനമാണ്. അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒരു ഏരിയയിൽ ഈ ഭീഷണിയുമായി ഒരു പെണ്ണിന്റെ മുമ്പിൽ നീ വരോ? ഓ, മനസ്സിലായോ? അങ്ങനെ വെറുതെ പറഞ്ഞാ മതിയോ? അനുഭവിച്ചറിയണ്ടേ? പോടാ. നീ ചെറ്റാണെന്ന് ഞാൻ വിചാരിച്ചില്ല.
ഒറ്റക്ക് നേരിടാൻ പറ്റാനായിട്ടാണോടാ കൂലിക്ക് ആളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നേ? നീ എന്ത് വേണേലും വിചാരിച്ചോ, നിനക്ക് 15 സെക്കൻഡ് ടൈം ഞാൻ തരും. അതിനുള്ളിൽ സോറി പറഞ്ഞില്ലെങ്കിൽ എന്റെ മാതാവേ, ഈ ദുഷ്ടനിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരണേ. വേഗം പറ മോളെ. പോരട്ടെ. ഓ, പട്ടി. ഡീ, അയ്യോ, അമ്മച്ചി, എന്നെ കൊല്ലാൻ വരുന്നേ. വർഷേ, മിഥുൻ, നീ കൂടെ മാറി നിൽക്ക്. മിഥുനെ, പറഞ്ഞത് ചെയ്യാൻ. കോളേജിൽ കാട്ടിക്കൂട്ടിയത് മതിയായില്ലേ? നട റോട്ടിലും വേണോ നിന്റെ പരാക്രമം? അതൊക്കെ നീ അന്വേഷിക്കുന്നത് എന്തിനാ? ചെയർമാനൊക്കെ അങ്ങ് കോളേജിൽ. നീ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നാലുണ്ടല്ലോ, വന്നാൽ നീ എന്ത് ചെയ്യും? നീ അധികം കിടന്ന് കളിക്കരുത് കെവിനെ. ഇനി നീ ഇവളുടെ കൺമുന്നിലേക്ക് വന്നെന്ന് അറിഞ്ഞാൽ വെച്ചേക്കില്ല ഞാൻ. മനസ്സിൽ കുറിച്ചിട്ടോ നീ അത്. നീ ആരെയാടാ ഓലപ്പടകം കാണിച്ച് പേടിപ്പിക്കുന്നേ? എന്റെ വഴിക്ക് തടസ്സം നിന്നാൽ വെട്ടി വീഴ്ത്താനും ഞാൻ മടിക്കില്ല, അത് ആരായാലും. പിന്നെ അവളോട് പറഞ്ഞേക്ക് ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്ന്. ഈ കെവിൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവള് കരയും, വാ വിട്ട് കരയും. അത് കണ്ടാലേ എന്റെ കാലി അടങ്ങും. പോയി പറഞ്ഞോ കേട്ടോ കാമുക. നിന്നോട് ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു തരണ്ടേ? അവനും അങ്ങനെ. നീയെങ്കിലും കുറച്ച് ഒതുങ്ങിയാലല്ലേ വർഷേ കാര്യങ്ങൾ വഷളാകാതിരിക്കൂ. ഇത് സോറി, തനിക്ക് ബുദ്ധിമുട്ടായത്. ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞതല്ല. നിന്നെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം, അവനെ. അപ്പോ നിങ്ങൾക്കിടയിൽ ഇതുപോലെ ഒന്ന് വന്നാൽ അത് പരിഹരിക്കേണ്ടത് എന്റെ ഒരു ബാധ്യതയെ കാണണ്ട. ഓക്കെ, വീട്ടിലേക്ക് ചെല്ലും. അവൻ ഇനി വരില്ല. ഇവനെ നിനക്കെന്താ വട്ടായോ? ഇത് വിളിച്ച് പറഞ്ഞപ്പോഴാ ഞങ്ങൾ അറിഞ്ഞേ നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയേ. ഞാൻ എന്ത് ചെയ്തെന്നാ? അതിനു മുന്നേ അവളുടെ രക്ഷകൻ എത്തിയില്ലേ? നിനക്ക് ഈഗോ മൂത്ത് എന്തോ പറ്റിയേക്കുക. എന്തായാലും ഇത് ഇവിടം കൊണ്ട് തീർന്നല്ലോ. അതാ എന്റെ വിഷമം. ഞാൻ ഉദ്ദേശിച്ച പോലെ പണി കൊടുക്കാൻ പറ്റിയില്ല. ദാ, നീ ഇത് ഇവിടം കൊണ്ട് നിർത്തുന്നതാ നല്ലത്. അതിന് നിർത്താറായിട്ടില്ലല്ലോ. ഞാൻ കളി തുടങ്ങുന്നേ ഉള്ളൂ. നീ എന്ത് വിചാരിച്ചടാ കണ്ണാപ്പി കെവിനെ? നീ കളി തുടങ്ങിയെങ്കിൽ നിന്റെ തലക്ക് മുകളിൽ കയറിയിരുന്ന് ഞാൻ കളി തുടങ്ങിയടാ. കാണിച്ചു തരാടാ. പപ്പ, എന്റെ പപ്പ. പക്ഷേ എന്നടി പറ്റി? നീ എന്താ വണ്ടിന്ന് വല്ലതും തലേം തല്ലി വീണോ? അല്ല പപ്പ, പപ്പ ഞാൻ നിന്നെ പറ വർഷം, പറയാൻ. എന്നെ ആ പരട്ട കെവിൻ ആരുമില്ലാത്ത ആ റോഡിൽ വെച്ച് കുറെ ഗുണ്ടകളുമായി തടഞ്ഞു നിർത്തി എന്നെ അപമാനിച്ചു. എന്താ അത്രയ്ക്കായോ അവൻ? നിന്റെ ദേഹത്ത് തൊട്ടോ അവൻ? ഇല്ല, അതിനു മുന്നേ മിഥുൻ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പപ്പയുടെ മോൾ ഇപ്പോ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. മതി, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. എവിടെയാണ് നിന്റെ മകൻ? ഇതൊക്കെ വിടണ അവനെ കൊണ്ട്. നിനക്ക് എന്റെ വീട്ടിൽ എന്താണ് കാര്യം? മര്യാദക്ക് പോകുന്നോ അതന്നെ പോലീസിനെ വിളിക്കണോ? എങ്കിൽ വിളിക്കണ ചക്കറിയെ പോലീസിനെ. അവർ ആദ്യം കൊണ്ടുപോകുന്നത് നിന്റെ ആ തലതെറിച്ചവനായിരിക്കും. ദേ, വീട്ടിൽ കയറി തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. ഇവിടെയാടാ നിന്റെ മകൻ? അവൻ ആരാടാ എന്റെ മോളെ വഴിയിൽ തടഞ്ഞു നിർത്താൻ? നിനക്ക് എന്താ പിലിപ്പോസേ? നീ വാഴക്കടിക്കുന്ന കീടനാശിനി എടുത്ത് തലയിൽ അടിച്ചോ? വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നു. വായിൽ തോന്നുന്നതോ? നിന്റെ മകനെ വിളിക്കണം. എവി, കെവിനെ വിളിച്ചിട്ട് വാ. കെവിനെ, നിന്നെ അപ്പൻ വിളിക്കുന്നുണ്ട്. എന്തിന്? നീ എന്താ ആളെ കളിയാക്കുവാണോ? എല്ലോ പിച്ചേച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ടില്ലേ? ആ ഫിലിപ്പോസ് അങ്കിള് താഴെ വന്ന് വലിയ ഒച്ചപ്പാടാ. നീ വർഷയെ തടഞ്ഞു നിർത്തിയെന്നോ? ഗുണ്ടകളെ വിട്ടെന്നോ? ഓ ഷീറ്റ്, ഇയാൾക്കിത് എന്തോന്ന്? നീ എന്നാലും ഇത്രക്ക് ദുഷ്ടനാണോടാ? ഗുണ്ടകളെ വിട്ട് അടുപ്പിക്കാൻ മാത്രം വർഷിച്ച് നിന്നോട് എന്ത് ചെയ്തടാ? അത് ഗുണ്ടകളൊന്നും അല്ലടാ, ജൂനിയേഴ്സ് പിള്ളേരാ. മന്തി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ ചുമ്മാ കൂടെ വന്നതാ. എന്താണേലും മോൻ പോയി വാങ്ങാനുള്ളത് വാങ്ങിയിട്ട് വാ. അപ്പൻ വിളിച്ചായിരുന്നോ? തലതെറിച്ചവനെ, എന്റെ മോളെ നീ എന്താണ് ചെയ്തത്? നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് എന്നോടാവാം. ബട്ട് അയൽ വീടുകൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ എന്റെ മോളെ തൊടാൻ നിന്നാലുണ്ടല്ലോ. കെവിൻ, ഇയാൾ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇയാൾക്ക് വട്ട. നീ എന്നാ പൊട്ടം കളിക്കുവാ? എന്റെ മോളെല്ലാം പറഞ്ഞിട എന്നോട്.
പേടിച്ച് വിറച്ച അവൾ വീട്ടിലേക്ക് കയറി വന്നത്. പേടിക്കാനോ? അവളോ? അവൾ പലതും കൂട്ടിപ്പറയും. ചിലപ്പോ ഞാൻ വഴിയിലിട്ട് പീഡിപ്പിച്ചെന്നവരെ. എന്തു പറഞ്ഞടാ? വീട്ടിൽ കയറി വന്ന് തല്ലാൻ നോക്കുന്നു. താൻ ആരാണോ? അപ്പ നമ്മൾ തമ്മിൽ പല രീതിയിലും വഴക്കുകൾ ഉണ്ടാകാം. പക്ഷെ അതിന്റെ പേരിൽ ആ പെങ്കൊച്ചിനെതിരെ നീ ആവശ്യമില്ലാത്ത അനാവശ്യം വിളിച്ച് പറയാൻ നിൽക്കരുത്. മനസ്സിലായോ? അപ്പ അവൾ പഠിച്ചു കള്ളിയാ. നീ ഒന്നും പറയണ്ട. എത്ര വലിയ ശത്രുത ആണെങ്കിലും ഒരു അപ്പന്റെ മുമ്പിൽ വെച്ച് മകളെ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ നിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പ ഞാൻ പീഡിപ്പിച്ചെന്ന് എപ്പോഴാ പറഞ്ഞേ? ആരും അറിയാതെ എന്റെ മെക്കിട്ടുകാരൻ വന്നാലുണ്ടല്ലോ, അത് ആരായാലും ഈ കെവിൻ വെറുതെ ഇരിക്കില്ല, പറഞ്ഞേക്കാം. കെവിൻ, മതിയടാ അപ്പന്റെ മകന്റെ നാടകം. ഞാനൊന്ന് വിളിച്ച ഈ മുറ്റത്ത് പോലീസ് കയറി ഇറങ്ങും. വെറുതെ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്, മനസ്സിലായോ? അപ്പൻ എന്ത് പണിയാ കാണിച്ച്? അവനെ അടിച്ചത് അമ്മച്ചി അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, എന്റെ പൊന്നു മോനെ പറഞ്ഞേക്കല്ലേടാ, എന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കും അവൾ. എന്നാ വേഗം പോയി അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കും. ശേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഉനക്കേ വിനെ, എടാ അപ്പനോടൊന്നും മിണ്ടടാ. അപ്പൻ പോ, എനിക്ക് ആരോടൊന്നും പറയാനില്ല. ഓ, ഈ എരണം കെട്ടവൻ അവളുടെ കയ്യിൽ നിന്ന് ഒലക്കക്ക് അടി വാങ്ങിപ്പിച്ച് അടങ്ങും. അപ്പന് മോനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. നീ ചെയ്ത തെറ്റ് അപ്പൻ ചൂണ്ടിക്കാണിച്ചതാ. അപ്പൻ എന്നെ തല്ലിയില്ലേ? എന്റെ അമ്മച്ചി പോലും എന്നെ. കുഞ്ഞു മോനെ, അവളുടെ കാര്യം ഇവിടെ പറയാതെ. അപ്പന്റെ മോനല്ലേ നീ? ഒരു പെങ്കൊച്ചിനെ പറ്റി അങ്ങനൊക്കെ പറയാമോ? അപ്പ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. അപ്പൻ അറിഞ്ഞൂടെ, ഇതുവരെ ഒരു പെണ്ണിനെ പോലും ഈ കെവിൻ വേറെ അർത്ഥത്തിൽ നോക്കിയിട്ടില്ലെന്ന്, തൊട്ടിട്ടില്ലെന്ന്. എന്തുവാടാ നിന്റെ മുഖത്തൊരു ഭാവവ്യത്യാസം? അതുള്ളിൽ ദുഃഖം അലയടിച്ചിട്ടാ. എനിക്കറിയാം എന്റെ മോൻ ഒരു പെണ്ണിനോട് അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന്. മോനെ വേദനിച്ചോടാ. കുറച്ച് പോട്ടെ, അപ്പം തടയിത്തരാം. മോനെ എന്താ? അമ്മച്ചിനോട് ഇതൊന്നും പറയണ്ടോ. അവൾ വെറുതെ വീണ്ടും ഇത് വലിയൊരു വഴക്കാക്കി മാറ്റും. ഞാനൊന്ന് ആലോചിക്കട്ടെ. മോനെ ചതിച്ചേക്കല്ലേടാ. എന്തായി? ഓക്കെ ആയോ? പിന്നെ ഓക്കെ ആവാതെ എനിക്കാരെയും പേടിയില്ല. ഞാനാടാ ഈ വീട്ടിലെ രാജാവ്. അമ്മച്ചി വരുമ്പോഴും ഈ രാജാവിനെ കണ്ടാ മതി. ഇതെന്താ ഇവിടെ ഒരു ശ്മശാന മുഖത? ഞാൻ റേഷൻ കടയിൽ പോകുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. അമ്മച്ചിക്ക് എന്താ അമ്മച്ചി? ഇട്ടുമൂടാൻ സ്വത്തുണ്ട്, എന്നിട്ടോ ഈ റേഷൻ കടയിൽ പോക്ക് നിർത്തിക്കൂടെ? ഡാ റേഷൻ കട തൊട്ട് കളിക്കണ്ട. നിന്റെ അപ്പൂപ്പന്റെ 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 കാലം തൊട്ട് നമുക്ക് റേഷൻ കട ആയിരുന്നടാ ദൈവം. അന്നും കാശിനൊരു പന്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ ഓർമ്മയ്ക്ക് ഓരോ തലമുറയും റേഷൻ കട ഉണ്ടായിരുന്നു. നിന്റെ ഈ തന്തയോട് ഞാൻ പറഞ്ഞതാ, അങ്ങനത്തെ റേഷൻ കടയിൽ ഇരുന്ന ഉറുമ്പ് അടിക്കുന്നു. അത് പിന്നെ ഇത്രയും സ്വീറ്റായ ഞാൻ അവിടെ പോയിരുന്നോ? അത് ശരിയാവില്ല. നിങ്ങള് സ്വീറ്റ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങേർക്ക് പറ്റില്ലെന്ന് പറഞ്ഞാ എനിക്ക് പറ്റൂ? മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു റേഷൻ കടയെങ്കിലും കണ്ടില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. അല്ല, എന്റെ കെവിൻ മോൻ എന്തേ? എന്തോ ഉണ്ടല്ലോ, ഒറ്റ വിളിയിൽ വിളി കേൾക്കുന്നവനാ. അവൻ വന്നില്ലടാ കുഞ്ഞാപ്പി? അത് അവൻ റൂമിൽ, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ഞങ്ങളും വരാം. ഇതെന്താ, ഞാൻ അവന്റെ കെട്ട് വല്ലതും നടത്താൻ പോവാണോ? എല്ലാരും കൂടി അങ്ങോട്ട് വരാം, ഇവിടെ നിന്നാ മതി. മോനെ കെവിനെ, എടാ എന്ത് പറ്റിയടാ? നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? അത് വല്ല വെയിലിന്റെ ആയിരിക്കും അന്നമ്മോ. നിങ്ങൾ ആരാ മനുഷ്യൻ ഇങ്ങോട്ട് വിളിച്ചേ? പിന്നെ വെയില്, സൂര്യൻ നിങ്ങളുടെ തലക്ക് മുകളിൽ പായിട്ട് കിടക്കുമല്ലേ? പുറത്തേക്ക് നോക്ക് മനുഷ്യ, പാതയായി. സോറി, ബിസി ലൈഫ് ആയതുകൊണ്ട് രാത്രിയും പകലും മാറി മറിയുന്നത് പോലും ഞാൻ അറിയുന്നില്ല. നിങ്ങളുടെ ഒരു ബിസി ലൈഫ്. രാവിലെ എണീക്കും, വെട്ടി വിഴുങ്ങും, ആ കുന്ത്രാടം പൊക്കി പിടിച്ച് നാട് തണ്ട ഇറങ്ങും. ഇതല്ലേ നിങ്ങളുടെ ബിസി ലൈഫ്? ഡി, എന്റെ ഫോട്ടോഗ്രാഫിയെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞു. ഓ, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ല. മോനെ എന്ത് പറ്റിയടാ? എന്റെ മോൻ ഇത്രയും വിഷമിച്ച് അമ്മച്ചി കണ്ടിട്ടില്ല. ആര് എന്തോ ചെയ്തടാ നിന്നെ? പറയട്ടെ, മിണ്ടാതിരിയടാ. നീ എന്തിനാ ആവശ്യമില്ലാതെ ഓരോന്ന് കുത്തി ചോദിക്കണേ? അവൻ റെസ്റ്റ് എടുക്കട്ടെ. അത്രക്ക് അധ്വാനിച്ചിട്ടാ എന്റെ മോനെ ഒന്ന് കയറി വന്നിരിക്കുന്നേ. ആണോ മോനെ? എവിടെ? അമ്മച്ചി
അമ്മച്ചിയുടെ മോന്റെ മുഖം അമ്മച്ചി ഒന്ന് കാണട്ടെ. ഇത് എന്നതാണോ നിന്റെ മുഖത്തൊരു പാട്? എന്താ എന്റെ മോനെ കണ്ണു നിറയുന്നേ? ആരെന്നെ തല്ലേ? അത് അപ്പനാ. സതിയാ, നീ എന്റെ മകൻ തന്നെയാണോടാ? നിലനിൽപ്പ് നോക്കണ്ടേ അപ്പാ? നിങ്ങൾ എന്തിനാണ് മനുഷ്യ എന്റെ കൊച്ചിനെ തല്ലേ? എടിയ, അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലൊന്നും അല്ല അമ്മച്ചി. ആ വർഷയുടെ പേരും പറഞ്ഞ വീണ്ടും അവള്. ഇതൊരു സ്വസ്ഥതക്കേടായല്ലോ. അവൾ എന്നാ ചെയ്തടാ? അവളല്ല, നിന്റെ മോനാ ചെയ്ത്. അവൻ അവളെ റോഡിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന്. ചേടാ, ഇവറ്റകളെ കൊണ്ട് ജീവിക്കാൻ വയ്യാതായാലോ. അപ്പം പറഞ്ഞതിൽ വല്ല നേരുണ്ടോ മോനെ? എന്തായാലും ഇനി മോൻ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അതിന് അമ്മച്ചിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. എന്റെ മോൻ അമ്മച്ചിയുടെ അഭിമാനമാണ്. അഭിമാനമല്ല, അപമാനം. ഓ, ഒരു അമ്മയും മോനും വന്നിരിക്കണോ? മോനിരിക്കെ, അമ്മച്ചി ഓയിൽമെന്റ് പുരട്ടി തരാം. അതിനു മുന്നേ എനിക്ക് ഇങ്ങേരെ ഒന്ന് ഡീൽ ചെയ്യണം. എന്നെയോ? ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ? എന്റെ കൊച്ചിനെ തല്ലിയില്ലേ നിങ്ങള്? നിങ്ങളെ ഞാനിന്ന് വെച്ചേക്കില്ല. എടി, ഞാൻ അവൻ നന്നാവാൻ. നിങ്ങള് കഷ്ടപ്പെട്ട് അവനെ നന്നാക്കണ്ട. അതിനുവേണ്ടി ഒരു കുറവും അവനില്ല. അല്ലേ, ഞാനില്ലാത്തപ്പോ എന്റെ കൊച്ചിനെ തൊടുന്നു. ഡി, നീ കുറെ നേരം ആയല്ലോ. ഇത് എന്റെ വീടാടി. ഞാൻ രാജാവാടി. ഇത് കാടായിരുന്നേ, ഞാൻ സിംഹമായിരുന്നടി. കാട്ടിലെ കിങ്ങാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ തൊട്ട അമ്മച്ചി പഞ്ഞിക്കിടും. അതപ്പം മറന്നുപോയോ? ഏത് കിങ്? മക്കളെ തൊട്ട ഏത് രാജാവാണേലും കാലെ പിടിച്ച് വലിച്ച് നിലത്തിടും ഞാൻ. അങ്ങ് കൊടുക്കമ്മച്ചി. രാജാവാണ് പോലും. അതൊക്കെ അങ്ങ് കാട്ടിൽ. ഇത് സ്ഥലം വേറെ. പിന്നെ അല്ലാതെ എന്റെ കൊച്ചിനെ തൊട്ടാലും തന്നു. അപ്പാ, പതിയെ സ്കൂട്ടാവുന്നതാണ് ബുദ്ധി. റേഷൻ കാർഡ് നിന്റെ പേരിലായിപ്പോയി. ഇല്ലേ, കാണിച്ചു തരായിരുന്നു. പിന്നെ ഇല്ലേലും നിങ്ങളങ്ങ് ഒലത്തും. പോ മനുഷ്യ. വർഷേ, ഉള്ളതാണോ ഇതൊക്കെ? ആ സോന, ഉള്ളതാന്നേ. എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീ വിശ്വസിക്കണ്ട. പപ്പ എന്തായി? എന്താ അവൻ? ഞാൻ അങ്ങ് ചെന്ന് വിരട്ടി. എന്റെ ഒറ്റ വിരട്ടലിൽ അപ്പനും മോനും നിന്ന് വിറക്കുമായിരുന്നു. ആണോ? എനിക്കറിയായിരുന്നു പപ്പയെ കണ്ട അവന്മാര് പേടിച്ച് വിറക്കുന്നു. ഞാൻ അന്ന് പോയി ചോദിക്കട്ടെ ചേട്ടാ. എന്നിട്ടെന്തിനാ? ചട്ടിയും കല്ലും പെറുക്കി എറിയാനോ? നീ അവിടെ ഇരുന്നാ മതി. ഇത് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേറില്ലല്ലോ. അതായി റോഡിൽ വെച്ച് ഇത് പറയേണ്ടി വന്നത്. കോളേജിലെ നിങ്ങളുടെ പുന്നാര മക്കളുടെ കാട്ടിക്കൂട്ടലുകളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നടന്നത് വലിയ തെറ്റാ. സോ ഇതിന് പരിഹാരം കണ്ടേ മതിയാവും. എന്ത് പരിഹാരം? അതിന് ഇവനും ഇവന്റെ മകനും നന്നാവണം. അത് ഈ ജന്മം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഇരിപ്പോസേ, നീ ഞങ്ങളെ നന്നാക്കാൻ നോക്കാതെ നിന്റെ പണി നോക്കടാ. മതി മതി, മക്കളുടെ പേർക്ക് അങ്ങനെ. ഇനി തന്തമാരെ കൂടി സഹിക്കാൻ എനിക്ക് വയ്യ. ഇതിങ്ങനെ പോയാ ഒരു കൂട്ടത്തൊഴിൽ അവസാനിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. സോ ബെറ്റർ ഒരു ഓപ്ഷൻ ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. നമുക്ക് ഈ പ്രശ്നം പറഞ്ഞു തീർക്കണം. ഒരു റെസ്റ്റോറന്റിൽ വെച്ചായാലോ? എനിക്ക് താല്പര്യമില്ല. പിന്നെ എനിക്ക് താല്പര്യമുണ്ടെന്ന് വിചാരിച്ചോ? എനിക്ക് ഒട്ടും താല്പര്യമില്ലടാ. ഷേടാ, മക്കളെക്കാൾ കഷ്ടമാണല്ലോ തന്തമാർ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഇങ്ങനെ ആയാ അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞതാണ് ബെസ്റ്റ് ഓപ്ഷൻ. എന്താ? എല്ലാവരും വേണ്ട, ഞാനും നിങ്ങളും പിന്നെ കെവിനും വർഷയും ഓക്കെ അല്ലേ? നീ പറഞ്ഞതുകൊണ്ട് വരാം. പക്ഷെ അവിടെ വെച്ച് വായിൽ തോന്നുന്നത് വല്ലതും കേൾക്കേണ്ടി വന്ന ഈ പീലിപ്പോസ് ആരാണെന്ന് പലരും കാണും. ഓടാ പീലിപ്പോസെ, പേടിപ്പിക്കാതെ. ഓ, ഇതെന്റെ അവസാന വാക്കാ. വന്നേക്കണം പിള്ളേരെ വിളിച്ചോണ്ട്, മനസ്സിലായോ? ഇവളെന്താ ഇവിടെ? അപ്പ വാ, നമുക്ക് വേറെ റെസ്റ്റോറന്റിൽ പോവാം. ഇവളെയൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിച്ചാ അത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. പപ്പയ്ക്ക് വേറെ റെസ്റ്റോറന്റ് ഒന്നും കിട്ടിയില്ലേ? ഇതുപോലുള്ള അലവലാദികൾ ഉള്ളിടത്ത് മനസമാധാനത്തിന് ഫുഡ് കഴിക്കാൻ പറ്റും? ഇവയൊക്കെ കണ്ട മുമ്പിൽ വെച്ച ഫുഡ് വരെ എഴുന്നേറ്റ് ഓടും. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ? നീ ആരാടാ? അങ്കമാലിയിലെ പ്രധാനമന്ത്രി. റെസ്പെക്ട് ഇറക്കാൻ വന്നിരിക്കുന്നു. ആഹാ, നിങ്ങള് നേരത്തെ എത്തിയോ? രണ്ടു കൂട്ടരും വന്ന സ്ഥിതിക്ക് നമുക്ക് എവിടെയും ഇരുന്ന് സംസാരിക്കാം. അപ്പ ഡോണ്ട് ടെൽ മീ, അപ്പനും അങ്കിളും അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെയെന്ന്. പപ്പ, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? നോ മോർ ടോക്കിംഗ്. അപ്പം വരുന്നുണ്ടെങ്കിൽ വാ.
കെവിൻ എന്തായാലും ഇവിടെ വരെ വന്നു. ഇനി അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോവാം. അപ്പൻ എന്നെ നാണം കെടുത്താനുള്ള പുറപ്പാടിലാണോ? അതും ആ മിഥുന്റെ മുമ്പിൽ വെച്ച്. ഇതിനാണോ മന്തി വാങ്ങിത്തരാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നേ? നീ എന്ത് വേണേലും പറഞ്ഞു. തൽക്കാലം അപ്പന്റെ പൊന്നു മോൻ കേൾക്ക്. ഓക്കെ, ബട്ട് അവൾ എന്തേലും പറഞ്ഞ പിന്നെ എന്നെ പിടിച്ചാ കിട്ടൂല, പറഞ്ഞേക്കാം. പപ്പ വരുന്നുണ്ടോ? എന്നോട് സമ്മതം ചോദിക്കാതെ ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ പപ്പയോട് ആരാ പറഞ്ഞേ? മോളു, പപ്പ പറയുന്ന കേൾക്ക്. നമ്മൾക്ക് അനുകൂലമായി സംസാരിക്കാൻ ആങ്കിൾ വന്നിരിക്കുന്നേ. പപ്പയുടെ മോളല്ലേ, വാ. ഓ, എനിക്ക് ചോറിന് വരുന്നുണ്ട്. ആ തെണ്ടിയുടെ നോട്ടം കണ്ടില്ലേ? ഇത് വേണ്ടാത്തൊന്നും ഞാൻ അവനെ കയറി ഉപദ്രവിച്ചു.